ഹലോ ഗൈസ്, ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അതിനെ ഹോസ്റ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൂള് ഹ്യൂഗോ എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതൊരു സ്റ്റാറ്റിക് സൈറ്റ് ജനറേറ്ററാണ്. അവർ തന്നെ ഒരുപാട് തീംസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള തീംസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ലോക്കൽ പി സിയിലിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ ഹ്യൂഗോ സൈറ്റ് ജനറേറ്റർ എന്നടിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഹ്യൂഗോൻ്റെ ഒഫീഷ്യൽ സൈറ്റ്സ് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഹ്യൂഗോൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഇതിൽ നമുക്ക് ഒരുപാട് ടാബ്സ് കാണാം. ഡോക്സ്, തീംസ്, അങ്ങനെ ഒരുപാട് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഡോക്സിൽ പോയി നോക്കാം. ഡോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റോൾ ഹ്യൂഗോ, ഡയറക്റ്റ് സ്ട്രക്ചർ, ഇതെല്ലാം അതിൻ്റെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നാണ് ഇതിനകത്ത്. ആ ഡോക്യുമെൻറ്റേഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് സ്ട്രക്ചർ, ടെംപ്ലേറ്റ്, അങ്ങനെയെല്ലാം നമുക്കത് പിന്നെ നോക്കാം. നമുക്ക് തീംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് തീംസ് ആണുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് തീംസിൻ്റെ ഓപ്ഷൻസ്. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡ് ഒരുപാട് കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തീംസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓരോ തീമിനും ഓരോ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ തീംസ് എല്ലാം കിടക്കുന്നത് ജിറ്റ്ഹബിലാണ്. നിങ്ങൾക്ക് ഈ തീംസിൻ്റെ സെക്ഷനിൽ നിന്ന് ഇഷ്ടമുള്ള തീംസ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഇപ്പോൾ ബ്ലോഗാണെങ്കിൽ ബ്ലോഗിന് വേണ്ടിയുള്ള തീംസ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയുള്ള തീംസ് ഉണ്ട്. ഓരോ ടൈപ്പ് തീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തീം ഏതാണോ അത് ചൂസ് ചെയ്യുക. ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഡോക്സി അല്ലെങ്കിൽ ലേൺ എന്ന് പറഞ്ഞ തീംസിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡോക്സി ആണെങ്കിൽ അത്യാവശ്യം ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഉള്ളത്. അതേപോലെ ലേൺ എന്ന് പറയുന്ന തീമാണെങ്കിൽ പോലും അത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ബ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഡോക്സിയുടെ തീമാണ്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. ഇതിന് ഹ്യൂഗോൻ്റെ എക്സ്റ്റെൻഡ് വെർഷനാണ് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ NPM മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യണം. എന്ന് വെച്ചാൽ CSS ഫയലും അങ്ങനെയുള്ള കാര്യങ്ങൾ ടെംപ്ലേറ്റൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എക്സ്റ്റെൻഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ എറർ അടിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ GitHubൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഡോക്സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഡോക്സിയുടെ ആണെങ്കിൽ. ഇനി നമുക്ക് ഹ്യൂഗോ ടൂൾ എങ്ങനെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ വിൻഡോസ്, മാക് OS, വിൻഡോസ്, ലിനക്സ്, OpenBSD, FreeBSD എല്ലാം സപ്പോർട്ട് ചെയ്യും. ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വിൻഡോസ് ആണ്. അതുകൊണ്ട് വിൻഡോസിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓരോ OSൻ്റെ ഇൻസ്റ്റലേഷൻ അവിടെ ഒരു ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നുണ്ട്. നമുക്ക് വിൻഡോസ് നോക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാവുന്ന വിൻഡോസിൽ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ. ഇവിടെ പറയുന്നുണ്ട് അവർ ഫസ്റ്റ് തന്നെ C ഡ്രൈവിൽ പോയിട്ട് ഒരു ഹ്യൂഗോ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് സൈറ്റ്സും ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈറ്റുകളെല്ലാം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനകത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബിന്ന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ ഫയൽ ഇടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഹ്യൂഗോ എന്ന് പറഞ്ഞ ഫോൾഡർ C ഡ്രൈവിലാണ് ഞാൻ കോൺഫിഗർ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും ബിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതനുസരിച്ച് എൻവിറോൺമെൻറ്റ് വേരിയബിളിൽ നിങ്ങൾ ആ ബിൻ പാത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നുള്ളൂ. ഞാനിപ്പോൾ 2 ഫോൾഡറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഹ്യൂഗോൻ്റെ എക്സിക്യൂഷൻ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ സെയിം പാത്തിലേക്ക് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിടാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഹ്യൂഗോൻ്റെ റെപ്പോസിറ്ററി ഉണ്ട്, GitHubലാണ്. ഹ്യൂഗോ റിലീസിൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞാൽ 0.84 ആണ്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും. ഇതിനകത്ത് മാക് ഉണ്ട്, ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. എല്ലാ OSൻ്റെയും ബൈനറി ഫയലും എക്സിക്യൂഷൻ ഫയലും ഇവിടെ ഉണ്ട്. സിപ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 10 64 ബിറ്റ് ആയതുകൊണ്ട് വിൻഡോസ് 10ൻ്റെ 64 ബിറ്റ് എക്സ്റ്റെൻഡ് വെർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് വെർഷൻ വേണം. എല്ലാ തീമും എക്സ്റ്റെൻഡ് വെർഷനിൽ വർക്ക് ചെയ്തോളും. അപ്പോൾ ഞാനതുകൊണ്ട് എക്സ്റ്റെൻഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്.
ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഡൗൺലോഡ് പാത്തിൽ ചെന്നതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബിൻ ഡയറക്ടറിയിലേക്ക് നമുക്കത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. നമുക്കൊന്ന് ആ ബിൻ പാത്തിൽ പോയിട്ട് എക്സ്ട്രാക്റ്റ് ആയോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ബിൻ പാത്തിൽ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എൻവിറോൺമെൻറ്റ് വേരിയബിളിൽ നമുക്ക് പാത്ത് പറഞ്ഞു കൊടുക്കണം. ആ പാത്ത് പറയുന്നതിന് മുന്നേ നമുക്ക് ആ സെയിം ഡയറക്ടറിയിൽ നിന്നിട്ട് നമുക്കൊന്ന് ഹ്യൂഗോ കമാൻഡ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് സെയിം പാത്തിലേക്ക് പോവാണ്. അവിടെ ചെന്നതിന് ശേഷം ജസ്റ്റ് ഹ്യൂഗോ വെർഷൻ അടിച്ച് നോക്കാം. ഇപ്പോൾ ഹ്യൂഗോ കമാൻഡ് വർക്കിംഗ് ആണ്. അത് സെയിം ഡയറക്ടറിയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ആ ഡയറക്ടറി പുറത്ത് പോയിട്ട് കോൾ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ വർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തായിരുന്നു. നമുക്കതൊന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എൻവിറോൺമെൻറ്റ് വേരിയബിളിൽ പോയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസർ വേരിയബിളോ അല്ലെങ്കിൽ സിസ്റ്റം വേരിയബിളോ പാത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സിസ്റ്റം വേരിയബിളാണ് പാത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. ഇപ്പോൾ റിമൂവ് ചെയ്താലും വർക്ക് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി സെയിം പ്രോംപ്റ്റാണ് നിൽക്കുന്നത്. ഞാൻ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഫ്രഷ് ആയിട്ടൊരു പ്രോംപ്റ്റ് എടുക്കുവാണ്. ഇപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വർക്കിംഗ് അല്ല, കമാൻഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി എൻവിറോൺമെൻറ്റിൽ പോയിട്ട് നേരെ ആ സെയിം പ്രൊസീജിയർ തന്നെ അതേപോലെ തന്നെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂസർ വേരിയബിളുണ്ട്, സിസ്റ്റം വേരിയബിളുണ്ട്. ഞാൻ സിസ്റ്റം വേരിയബിളിൽ പാത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഇപ്പോൾ ഉള്ള ഹ്യൂഗോൻ്റെ ബിൻ പാത്ത് അവിടെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പുതിയ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോംപ്റ്റിൽ വർക്ക് ചെയ്യില്ല. ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി പ്രോംപ്റ്റ് എടുക്കാം. ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്കിനി ഹ്യൂഗോൻ്റെ ഹെൽപ്പ് കമാൻഡ് ഒന്ന് അടിച്ച് നോക്കാം. അതിനകത്ത് എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഓരോ ഓപ്ഷൻസും പറയുന്നുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. സൈറ്റ് ഫസ്റ്റ് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ന്യൂ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ കൊടുക്കുക. ഹ്യൂഗോ ന്യൂ എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ സർവർ ലോക്കലി റൺ ചെയ്യാനാണെങ്കിൽ ഹ്യൂഗോ സർവർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോക്കലി പ്രിവ്യൂ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം. നമുക്കത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം എന്തായാലും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.